കേരളത്തിന്റെ പുതിയ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. ഒരുപാട് കയറ്റിറക്കങ്ങൾക്ക് ശേഷം അർഹമായ ഒരു പദവിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അല്ല, ഏൽപ്പിച്ച വകുപ്പുകൾ ഭംഗിയായി നടത്തുക, അതാണ് എൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം രണ്ട് വകുപ്പുകളും വളരെ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് വളരെയധികം വിവാദമായിട്ടുള്ള വകുപ്പുകളാണ്. അപ്പോൾ വിവാദങ്ങളില്ലാതെ ഈ വകുപ്പുകളെ മുന്നോട്ട് നയിക്കുക. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് രോഗികൾക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകളിൽ അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക. ഇതാണ് പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അതനുസരിച്ച് ഗവൺമെൻറ് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച പല കെട്ടിടങ്ങളിലും ഡോക്ടർമാരോ സ്റ്റാഫോ ഇല്ലാത്തതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇതിനെല്ലാം ഉപരിയായി UDF ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച് LDF സർക്കാർ അടച്ചുപൂട്ടിയ 2 മെഡിക്കൽ കോളേജുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയുടെ സമീപം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ഒരു ട്രാജഡി എന്ന് പറയുന്നത് 100 സീറ്റ് അനുവദിച്ചിട്ടാണ് ഇല്ലാതാക്കിയത്. അതിനെ ഞെക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. അത് പുനരാരംഭിക്കാം. പക്ഷേ അത് പുനരാരംഭിക്കുമ്പോൾ തുടക്കം 1 മുതൽക്ക് ആരംഭിക്കാം. അതോടൊപ്പം ഹരിപ്പാട് ഏക്കർ കണക്കിന് സ്ഥലം അക്യൂർ ചെയ്തിട്ട് പോലും പിന്നീട് വന്ന LDF സർക്കാർ അത് ഇല്ലാതാക്കി. അപ്പോൾ ഈ 2 മെഡിക്കൽ കോളേജുകൾ പുനരാരംഭിക്കുക, ഇതാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമോപദേശം തേടുക. കാരണം ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചത് ഹൈക്കോടതിയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കാരണം അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ചേർന്ന് ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറയുമ്പോൾ അത് ഈസി പ്രോസസ് ആണ് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് നടത്തണം. ഒരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ചത്. മെഡിക്കൽ കോളേജുകൾ 2 പുതിയത് ആരംഭിക്കുകയും നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ കൂടുതൽ രോഗികൾക്ക് സൗകര്യപ്രദമാക്കുക, ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും, സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും വയ്ക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കാര്യം ഒരു വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തത്. അപ്പോൾ ആരോഗ്യ വകുപ്പിന് അദ്ദേഹം ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി, എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ടാണ്, പക്ഷേ ആരോഗ്യം ജനങ്ങളെ ബാധിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി ധനകാര്യ വകുപ്പിൽ നിന്നും ലഭ്യമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിപ്പോൾ ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന വകുപ്പ് കൂടിയാണ് അത്. അതിനെതിരായ വികാരം കൂടിയാണ് ഈ ഫലം എന്ന് പറയുന്നത്. ചലഞ്ചായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിന് 105 സീറ്റ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 102 സീറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ് ഞങ്ങളെ സംബന്ധിച്ച്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ സിസ്റ്റം ശരിയാക്കണം. കാരണം സിസ്റ്റം ശരിയാക്കാനാണല്ലോ ഗവൺമെൻറ്. സിസ്റ്റം ശരിയല്ല നമ്മൾ പറയുമ്പോൾ ആ സിസ്റ്റം ശരിയാക്കേണ്ടതാരാ? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആരോഗ്യ വകുപ്പിനെ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞ വെന്റിലേറ്ററിലാണെന്ന്, ഞാൻ പറഞ്ഞു മോർച്ചറിയിലാണെന്ന്. അപ്പോൾ ഇനി അങ്ങനെ ആക്ഷേപങ്ങളില്ലാതിരിക്കുക. വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളെ അല്ല ഞങ്ങൾ കാര്യമാക്കുന്നത്. എന്നാൽ പോരായ്മകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞങ്ങൾ അതിൻ്റേതായിട്ട് ഗൗരവത്തിലെടുക്കും. ഈ വകുപ്പ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സ്ക്രൂട്ടണി ഇതിൽ നടക്കുമെന്ന കാര്യം കൃത്യമാണല്ലോ ഈ 5 വർഷവും. തീർച്ചയായിട്ടും. കാരണം രോഗികൾക്ക് പരാതി ഉണ്ടാകരുത് ആരോഗ്യ വകുപ്പിനെ കുറിച്ച്. അതാണ് ഞങ്ങൾ ആ പരാതികൾ ഒഴിവാക്കി ഭംഗിയായി വകുപ്പ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ദേവസ്വം വകുപ്പിന്റെ കാര്യം കൂടി എടുത്താൽ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. SITയിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ SIT പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. കാരണം കോടതിയാണ് നിയമിച്ചത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പുമായി മന്ത്രിയുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തുടർ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഗവൺമെൻറ് മാറിയ സാഹചര്യത്തിൽ ഞങ്ങളാരും അത് അന്വേഷണത്തിൽ ഇടപെടില്ല.
പക്ഷേ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം, കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. മറ്റൊന്ന് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള അതിൽ പാർട്ടി UDFന് സ്റ്റാൻഡുണ്ട്. യുവതീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചത്. അത് തന്നെയാണ് VD സതീശൻ സർക്കാരിൻ്റെയും തീരുമാനം. അത് തന്നെയാണ് ദേവസ്വം വകുപ്പിൻ്റെയും തീരുമാനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ഇത് ആവശ്യപ്പെട്ട് മേടിച്ച വകുപ്പാണോ? ചില വകുപ്പുകൾ കിട്ടിയില്ലെങ്കിൽ ഈ മന്ത്രിസഭയിലേക്ക് അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഊഹാപോഹങ്ങളായിരുന്നു. വൈദ്യുതി വകുപ്പ് നൽകിയെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വിളിച്ച് ഇന്ന 2 വകുപ്പുകളായിരിക്കും എന്ന് സൂചന തന്നിരുന്നു. അതിൽ ആരോഗ്യ വകുപ്പും ദേവസ്വം വകുപ്പുമാണ് സൂചിപ്പിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് ചില വകുപ്പുകളുടെ ക്രമീകരണത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ചില ഉപവകുപ്പുകൾ വരാം എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അതുണ്ടായിട്ടില്ല. പറഞ്ഞ വകുപ്പുകൾ തന്നെ അതിൽ നൽകി. അതായത് ഒരു പുനഃപരിശോധനയും KMന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു പുനഃപരിശോധന ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ചീഫ് മിനിസ്റ്റർ വിശ്വാസമെടുത്തുകൊണ്ട് തന്നെയാണ് എന്നെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഈ 2 വകുപ്പുകളുടെയും കാര്യത്തിൽ ഇപ്പോൾ 100 ദിവസത്തെ കർമ്മ പദ്ധതി വെച്ചിട്ടുണ്ട് സർക്കാർ മൊത്തത്തിൽ തന്നെ. മിനിസ്റ്റർക്ക് ഈ 2 വകുപ്പുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പദ്ധതി? അല്ല, അത് ഒരു ചില പ്രപ്പോസലുകൾ തന്നിട്ടുണ്ട്. ക്യാബിനറ്റിൽ ചില പ്രപ്പോസലുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ആരോഗ്യ വകുപ്പ് സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ അക്കാര്യത്തിൽ ഞങ്ങളുടെ പ്രപ്പോസൽ ഗവൺമെന്റിന് സമർപ്പിക്കും. ഈ പൊതുജനാരോഗ്യ രംഗം മെച്ചപ്പെടുത്തുക, ഏതൊരു സാധാരണക്കാരനും ആക്സസിബിളായി തുടരുക എന്നത് തന്നെ ആയിരിക്കുമോ പ്രയോജനം? തീർച്ചയായിട്ടും സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ ആശുപത്രികൾ. അത് തീർച്ചയായിട്ടും ആ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ വന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നതാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. ആരോഗ്യമേഖലയിലെ മെച്ചമൊക്കെ ഞങ്ങളുടേതാണ് എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു താരതമ്യം വരുന്നത് KK ശൈലജ ടീച്ചർ എന്ന ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു താരതമ്യത്തിന് കൂടി സാധ്യതയുണ്ട്. തീർച്ചയായും ഞങ്ങൾ എല്ലാ മുൻകാല ഗവൺമെൻറ്റുകളുടെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുൻകാല ഗവൺമെൻറ്റുകളുടെ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി സമയം കളയില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഞങ്ങൾ നോക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സത്യപ്രതിജ്ഞയുടെ ഒക്കെ വിശേഷങ്ങളിലേക്ക് കൂടി വന്നാൽ ഏറ്റവും ആവേശത്തോടു കൂടി സത്യപ്രതിജ്ഞ ചെയ്ത മിനിസ്റ്ററാണ് KMന്റെ വാക്കുകൾ, ആ സ്പിരിറ്റൊക്കെ അത് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ആ സ്പിരിറ്റോട് കൂടി സത്യപ്രതിജ്ഞ? എൻ്റെ പിതാവ് 71 അദ്ദേഹം അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് 77, അതുപോലെ തന്നെ 81, 82, 91 4 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും സത്യപ്രതിജ്ഞ ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ കേന്ദ്രമന്ത്രിയായപ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. വന്ദേ മാതരം ആലപിച്ചത് വലിയ വിവാദമായി, പൂർണ്ണമായും ആലപിച്ചത് വലിയ വിവാദമായി തുടരുന്നു. അതിലെന്താണ് മിനിസ്റ്ററുടെ? അല്ല, അതിൽ ഞങ്ങൾ അക്കാര്യത്തിൽ രാജ്ഭവൻ അക്കാര്യത്തിൽ വളരെ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ രാജ്ഭവനും വേണ്ടി ഏറ്റുമുട്ടിയാൽ ഒരു മന്ത്രിസഭാ രൂപീകരണം തന്നെ നീണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് 937 കോൺഗ്രസ് അംഗീകരിച്ച വന്ദേ മാതരം ആണ് ഞങ്ങൾ ആലപിക്കുക, ഞങ്ങളുടെ സർക്കാർ പരിപാടി. ഇത് രാജ്ഭവൻ്റെ കൂടെ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പൂർണ്ണമായി എന്നൊരു പറയുന്ന കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു വന്ദേ മാതരം ആലപിക്കാനുള്ള തീരുമാനം അതുകൊണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റുമുട്ടൽ ഒഴിവാക്കിയതാണ്. പക്ഷേ അതേ സമയത്ത് ജാഗ്രത കുറവുണ്ടായിട്ടില്ല. കാരണം അത് തന്നെയാണ് തമിഴ്നാട്ടിലുണ്ടായത്. കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന ശ്രീ വിജയ് ഉൾപ്പെടെ, വിജയ് സർക്കാരിൻ്റെതിലും അവിടെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു, തമിഴ് ഗാനം ഉണ്ടായിരുന്നു. അതും പിന്നീടാണ് ആലപിച്ചത്. അതിൽ ഗവർണർ രണ്ടുപേരും ഒരാളാണ്. ഇവിടുത്തെ ഗവർണർക്ക് അഡീഷണൽ ചാർജാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ്. ഞങ്ങളത് ഏറ്റുമുട്ടാൻ പോയില്ല. പക്ഷേ തുടർന്നുള്ള കാര്യത്തിൽ ഇനി ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനുകളിൽ, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഫംഗ്ഷനുകളിലൊക്കെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ അത് പഴയ, അതായത് കോൺഗ്രസ് അംഗീകരിച്ച വന്ദേ മാതരം മാത്രമേ ഞങ്ങൾ ആലപിക്കുള്ളൂ. അതിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെ തന്നെ കുറിച്ച് പറഞ്ഞാൽ വടശ്ശേരി ദാമോദരൻ മേനോൻ
സതീശൻ എന്ന് CM പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ജാതി പേര് കാണിച്ചു. അതെന്തിനാണ് വിവാദത്തിന്റെ ആവശ്യം? കോൺഗ്രസിൽ നിന്നുള്ള അത് ശരിയല്ല. അതൊന്നും അതൊക്കെ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റി നടത്തരുത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അതല്ലേ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അങ്ങനെയാണ്, അത് ജാതിയാണോ? അദ്ദേഹത്തിന്റെ സമുദായം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഇത്ര അസ്വസ്ഥത ആവേണ്ട ആവശ്യം എന്താ? VD സതീശൻ എന്ന് പറയണോ അതോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഇപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയുന്നു കരുണാകരൻ മുരളീധരൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തിയെന്ന് വരെ പറയും ഈ കൂട്ടർ. ഇതൊക്കെ ശരിയായിട്ടുള്ള നടപടിയല്ല. അതൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് മൗലികാവകാശം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണല്ലോ അത്തരം വിമർശനങ്ങൾ. ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. VD സതീശനെതിരായ ഒരു നീക്കമാണോ? അതൊന്നും വിലപ്പോവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ച, ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പേരിൽ കല്ലെറിയാൻ നോക്കിയാൽ ഒരു പിന്തുണയും സമൂഹത്തിന് ഒരു ഭാഗത്തുനിന്നും കിട്ടില്ല. പറയുന്നൊരു വഷളാവുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ അവകാശവാദം ഉന്നയിക്കും, അല്ലെങ്കിൽ 3 പേർ ഒരേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. അതിൽ നിന്ന് ആര് വേണം എന്ന് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം, അത് നീണ്ടുപോയി വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാൻ ഏറ്റവും നിർണായകമായത് K മുരളീധരൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ നിർദ്ദേശങ്ങളാണ്. എങ്ങനെയാണ് VD സതീശനാണ് ഇതിൽ ഏറ്റവും അനുയോജ്യൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഒരു ജനകീയ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. ഞാൻ നിയോജകമണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം നന്ദി പറയാൻ വേണ്ടി നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തും പോയി. എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25 വാർഡാണ്. 25 വാർഡുകളിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായൊരു വികാരം എന്ന് പറയുന്നത്, സാർ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വേണം. VD സതീശൻ ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് അധികം പരിപാടിക്ക് വന്നിട്ടില്ല, ചില 1-2 പരിപാടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഭാഗങ്ങളിലും 25 വാർഡുകളിലും ജനങ്ങൾ ആവശ്യപ്പെട്ട് VD സതീശൻ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധിയോട് ജനകീയ പിന്തുണ അദ്ദേഹത്തിനാണ്. പക്ഷേ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നത് ഞാൻ അംഗീകരിക്കും. അതുകൊണ്ടാണ് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് അവിടെ എടുക്കാൻ കാരണം. തെരഞ്ഞെടുപ്പിന് ശേഷമാണോ അത് മനസ്സിലായത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഇപ്പോൾ ഞാൻ പറയാം, പുതുയുഗ യാത്ര നടത്തി. ആ യാത്രയുടെ പ്രത്യേകത എന്താ? ഞാൻ യാത്ര പല ജില്ലകളിലും ഞാൻ പരിപാടിയിൽ പങ്കെടുത്തു. ഞാനും യാത്ര നടത്തിയിട്ടുണ്ട്, KPC അധ്യക്ഷനായിരുന്നു. പക്ഷെ അന്നൊന്നും കാണാത്തൊരു ആവേശം ഈ പുതിയ യാത്രയ്ക്ക് ഉണ്ടായി. അതിൻ്റെ മുഖ്യ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അത് ജനത്തിന് ഇഷ്ടമായി. ഇലക്ഷനിൽ 100 സീറ്റ് കിട്ടും എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. എനിക്ക് പോലും 80-ൽ കൂടില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 100 സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം, അതാണ് ഇത്തവണ കൂടുതൽ വോട്ട് കിട്ടാൻ സാഹചര്യം ഉണ്ടായത്. ഈ 3 പേരിൽ VD സതീശൻ ആണ് ഏറ്റവും യോഗ്യൻ എന്ന ധാരണ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ K മുരളീധരൻ എന്ന വ്യക്തിക്കുണ്ട്. അതിൽ ഒരു മാറ്റവും ഒരു ഘട്ടത്തിലും ഒരാലോചനയിലും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, ജനകീയ അടിത്തറ ഇത്തവണ അദ്ദേഹത്തിനാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ മറ്റുള്ളവർ മോശക്കാരല്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രീ VD സതീശന് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനപിന്തുണ ലഭ്യമായത്. ഇപ്പോൾ ഭരണത്തിൽ നോക്കിയാൽ KCയുടെ ടീം VDയുടെ ക്യാപ്റ്റൻസി ആ ഒരു നിലയിലാണ് ഭരണം പോകുന്നത്. അതൊന്നും ശരിയല്ല. കാരണം KC വേണുഗോപാൽ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെയൊക്കെ ചുമതല, ഞങ്ങളുടെയൊക്കെ മേലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ 4 മുഖ്യമന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഇതുവരെ 3 പേരാണ്, ഇപ്പോൾ 4 പേരായി. അപ്പോൾ ആ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഒരു കാര്യങ്ങളിലും ക്യാബിനറ്റ് രൂപീകരണത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരു ആരോപണം വന്നല്ലോ, അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടു. അതൊന്നും ശരിയല്ല. കാരണം എനിക്കറിയാം, ഞാൻ തെലങ്കാനയുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം. അല്ല, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനാർത്ഥിനെ വേണമെന്ന് ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. താല്പര്യം അദ്ദേഹത്തിൻ്റെ അസംബ്ലിയിൽ ആരൊക്കെ വേണമെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അത് എല്ലാ MP മാർക്കും ഉണ്ടല്ലോ. അതിൽ അദ്ദേഹത്തിൻ്റെ പല നിർദ്ദേശങ്ങളും ജനങ്ങൾ അംഗീകരിച്ചല്ലോ. ഇപ്പോൾ ആലപ്പുഴയിൽ വിജയിച്ച തോമസ് ആണ് മർദ്ദനമേറ്റ ആളാണ്.
അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമുള്ളത് പിണറായി സർക്കാരിൻ്റെ മർദ്ദനമേറ്റ ഒരാളെ ഞങ്ങൾക്ക് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് കെ സി വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹത്തിന് MP എന്നുള്ള നിലയിലും ദീർഘകാലത്തെ കേരള രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ള വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരിൽ ഏതാണ്ട് 99% ജയിച്ചു. പക്ഷേ MLA അല്ലാതിരുന്ന അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഈ ചർച്ചകൾ നീണ്ടുപോയതും ചർച്ച എവിടെയും എത്താതെ പോയതും. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ചില എന്താ പറയേണ്ടത് അനാവശ്യമായിട്ടുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ പ്രചരിച്ചു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റിഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാകുന്ന കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ VDSന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ടീം ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഞങ്ങൾ മുന്നോട്ട് പോകും, ഒരു സംശയമൊക്കെ കാര്യത്തില്ല. ഇപ്പം തന്നെ 2 മന്ത്രിസഭാ യോഗങ്ങളിൽ വന്ന തീരുമാനങ്ങൾ അതൊക്കെ ഒരു ദൃഢനിശ്ചയമുള്ള സർക്കാരിൻ്റെ റിസൾട്ടാണ്. തീർച്ചയായും. അപ്പോൾ ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞു. ഈ കോംപ്രമൈസിങ് സ്ഥാനാർത്ഥി എന്ന നിലയിലോ അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന നിലയിലോ രമേശ് ചെന്നിത്തലയുടെ സാധ്യതകൾ താങ്കൾ ഒരിക്കലും കണ്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം കൊണ്ടാണ് VD സതീശനെ പിന്തുണച്ചത്. അതിൻ്റെ അർത്ഥം KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഈ പോസ്റ്റിന് ഒരിക്കലും അനർഹരല്ല. അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ VD സതീശനാണ് ബെറ്റർ എന്നാണ് പൊതുവായിട്ട് വന്ന ഒരു തീരുമാനം. അതല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല ക്യാബിനറ്റിൽ ഉണ്ടാവണം. അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ ക്യാബിനറ്റിൻ്റെ ശോഭ കെടുത്തും. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല ക്യാബിനറ്റിൽ ചേർന്നത്. അപ്പോൾ അത് കരുത്ത് നൽകി. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് പോലുള്ള സുപ്രധാന വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന് അദ്ദേഹം കരുത്ത് നൽകും. ഒരു സംശയവും കാര്യത്തിലില്ല. ഈ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിൽക്കുമ്പോൾ അതിലും ഒക്കെ അതിന് യോഗ്യതയുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. താങ്കളുടെ മനസ്സിൽ അത്തരം ചിന്തകളൊന്നും ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റ് സ്മൂത്തായിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി മുഖ്യമന്ത്രിയാവണം. ആ മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക, അതാണ് എൻ്റെ ഭാഗത്തുണ്ടാവും. ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ആഗ്രഹിച്ചിട്ടോ സ്വപ്നം കണ്ടിട്ടോ ഇല്ലേ? ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കിട്ടേണ്ട സമയത്ത് കിട്ടും. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ ക്യാബിനറ്റിൽ ചേരാൻ കഴിഞ്ഞു, ഇലക്ഷൻ ജയിക്കാൻ കഴിഞ്ഞു, അതും ഒരു ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ജയിക്കാൻ കഴിഞ്ഞു, ക്യാബിനറ്റിൽ ചേരാൻ കഴിഞ്ഞു. ഇനി എൻ്റെ ലക്ഷ്യം ഏൽപ്പിച്ച ജോലിയെ അടുത്ത 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികാരം ഇഷ്ടമാണ്, എനിക്ക് ജനങ്ങളെ സേവിക്കാൻ അധികാരം കിട്ടുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി ആകാനുള്ള ഇഷ്ടവും ആഗ്രഹവും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് KM അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്നു പറയാത്തത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അധികാരം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അധികാരം ഇഷ്ടപ്പെടാത്ത ഒരാളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഗാന്ധിജിയായിരുന്നു. ബാക്കി എല്ലാവർക്കും അധികാരമൊക്കെ ഇതൊക്കെ. പക്ഷെ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അത്യാഗ്രഹം കാണിക്കാതിരിക്കുക, ഏൽപ്പിച്ച കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അതിനുശേഷം മതിയല്ലേ ബാക്കി ആലോചനകൾ. ഇപ്പോൾ 5 വർഷം എൻ്റെ മുമ്പിൽ ഈ 2 വകുപ്പുകളെ മികച്ച വകുപ്പുകളാക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. വഴിതിരിഞ്ഞു പോയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ഘട്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നെടുത്ത തീരുമാനങ്ങൾ, DSC രൂപീകരിക്കാൻ എടുത്ത തീരുമാനങ്ങൾ, കോൺഗ്രസ് തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ, പഴയകാല തെറ്റുകൾ പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വന്നത്. അത് പാർട്ടി അംഗീകരിച്ചിട്ടല്ലേ എന്നെ എത്ര തവണ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം 3 തവണ അസംബ്ലിയിൽ എനിക്ക് ജനപ്രതിനിധിയാവാൻ കഴിഞ്ഞു, ഒരു പാർലമെൻറ്റ് അംഗമാവാൻ കഴിഞ്ഞു. നഷ്ടബോധമുണ്ട്? അല്ല, ഇനിയിപ്പോൾ അതിന് നഷ്ടബോധത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തുക, അത് തിരുത്തി മുന്നോട്ട് പോവുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പുകളിൽ കയറ്റിറക്കങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. തോറ്റ തെരഞ്ഞെടുപ്പുകൾ, ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഒക്കെയുമുണ്ട്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പലയിടങ്ങളിലും പാർട്ടി പറഞ്ഞ ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ തോൽവി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു, സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. തീർച്ചയായും 3ാം സ്ഥാനത്ത് പോയ തെരഞ്ഞെടുപ്പ് നേമത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നേമത്ത് ഒരുപാട് വോട്ട് വർദ്ധിപ്പിച്ചു. ഇത്തവണയും ആ വർദ്ധിപ്പിച്ച വോട്ട് കിട്ടിയിട്ടില്ല ഈ ട്രെൻഡിൽ പോലും. അത് വർദ്ധിപ്പിച്ചു. പക്ഷേ തൃശ്ശൂരെ തോൽവി വല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതം ഉണ്ടാക്കി. പക്ഷേ ഒരു കണക്കിന് പറയുമല്ലോ, ദൈവം എല്ലാം നല്ലതിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മന്ത്രിയാവാനും നിയമസഭയിൽ വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വരാനും കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയായതിനേക്കാൾ എനിക്ക് സന്തോഷം ഞാൻ വട്ടിയൂർക്കാവിൻ്റെ MLA എന്ന് പറയുമ്പോഴുള്ള സന്തോഷം എനിക്ക് മറ്റൊരു സ്ഥാനത്തിനോടുമില്ല. വട്ടിയൂർക്കാവിൽ ഈ കടുത്ത മത്സരമായിരുന്നല്ലോ.
ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മണ്ണ് എന്നെ ചതിക്കില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് രക്ഷ നൽകിയത്. സേഫായിട്ട് എവിടെയെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, എന്നോട് കാരണം അല്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് പൊതുവായിട്ട് ധാരണയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റാരും മോശക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്. ഇതൊരു നഗരമേഖലയാണ്, അതോടൊപ്പം ഗ്രാമമേഖല കൂടിയാണ്. പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് 8 വർഷം അതുണ്ടായിരുന്നു. 7 വർഷം എനിക്ക് ശേഷം വന്ന MLAക്കും കുറേയൊക്കെ ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷം ഇവിടെ പല പൊതുവേദിയിലും പോകുമ്പോൾ അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞത്, സാർ ഇനി ഇവിടെ വിട്ടു പോകരുത്, ഇനി സാർ ഇവിടെ നിൽക്കണം, മറ്റ് സ്ഥലങ്ങളിൽ ഭാഗ്യം അന്വേഷിച്ച് പോകരുത്. അതുകൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതിലെനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഇതിപ്പോൾ ഇനി പാർട്ടിയാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇനിയും പോകുമായിരിക്കുമല്ലോ. ഇനി ഒരു വെല്ലുവിളി ഇതുപോലെ പാർട്ടി ഏൽപ്പിച്ചാൽ ഒരു കാരണവശാൽ 5 വർഷം അല്ല, ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോകുന്ന പ്രശ്നമില്ല. 5 വർഷം കഴിഞ്ഞിടില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇനി അസംബ്ലി എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് തന്നെയാണ്. ഇനി വേറൊരു പരീക്ഷണത്തിന് ഞാനില്ല. വട്ടിയൂർക്കാവിനെ ഇനി വിട്ടുപോകില്ല, ചതിക്കില്ല. ഇത് ചതിക്കലല്ല, പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും ഇങ്ങനെ ചതി എന്നൊരു പേര് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കില്ല. ഈ ഗ്യാപ്പ് ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ, അതോ പ്രചരണം തുടങ്ങുമ്പോൾ? അല്ല, അകൽച്ച അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റിൽ 5400 വോട്ട് കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മണ്ഡലം മാത്രമല്ല, മിനിസ്റ്ററാണ്, 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ നേരത്തെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും എങ്ങനെയായിരിക്കും മണ്ഡലത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം? മണ്ഡലത്തിൽ എന്തായാലും 1-2 മണിക്കൂറുണ്ടല്ലോ. ഞാൻ ഈ എല്ലാ മരണ വീടുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ആ സമയത്ത് ചില സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസം ഉള്ള ഒരു 1-2 മണിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാറ്റിവെക്കും. ഇപ്പോൾ പാർട്ടി വിട്ടുപോയ ആളാണ്, തിരിച്ചു വരുന്നു, പാർട്ടിക്കൊപ്പം നിൽക്കുന്നു, എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ആരായുന്നത് KM-ന്റെ നിലപാടും KM-ന്റെ അഭിപ്രായവുമാണ്. അത് ഈ കേരളം ആര് ഭരിക്കണം എന്നതിൽ വളരെ നിർണായകമായി. പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ പരിഗണനയിൽ പൂർണ്ണ തൃപ്തനാണ്. ഞാനിപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ പരിഗണനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും, ആ വകുപ്പുകളൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ആ വകുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇനി ഭംഗിയായി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്. VDS-ഉമായി അത്രയും വലിയൊരു തീർച്ചയായും നല്ല ബന്ധത്തിൽ പോകണം. മുഖ്യമന്ത്രി മന്ത്രിമാരും നല്ല ബന്ധത്തിൽ പോകണം. എങ്കിലേ ടീം UDF വിജയിക്കാൻ കഴിയും. ഇപ്പോൾ KPCC അധ്യക്ഷൻ മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ അധ്യക്ഷ സ്ഥാനത്ത് ഒരു ഒഴിവ് വരികയാണ്. അപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണം. അത് ഉടനെ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സംഘടനാ ഇലക്ഷൻ വരെ പുതിയ പ്രസിഡന്റ് വേണം. അതിൽ ഗ്രൂപ്പ് ആയിരിക്കുമോ, സാമുദായിക സമവാക്യമായിരിക്കുമോ, എന്തായാലും എല്ലാം കൂടെ പരിശോധിച്ച് തീരുമാനം ഉണ്ടാകും. മന്ത്രിമാരെ നിശ്ചയിച്ചതിൽ, വകുപ്പ് നിശ്ചയിച്ചതിലൊക്കെ സമുദായവും പരിഗണനയും ഒക്കെ അതിന്റെ ഒരു അതിപ്രസരം പിന്നെയും ഉണ്ടായി എന്ന് തോന്നുന്നു. ഉണ്ടായിട്ടില്ലല്ലോ. ഈ വകുപ്പ് വിഭജനവും മന്ത്രിമാരെ കണ്ട വല്ലതൊന്നും സമുദായങ്ങൾക്ക് പറയാനുള്ള പരാതി ഞങ്ങൾ കേൾക്കും. അത് ഞങ്ങളുടെ ചുമതലയാണ്. വോട്ട് തന്നവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ചെയ്യാൻ കഴിയാത്തവരെ ബോധ്യപ്പെടുത്തും. ലീഗിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസം വിട്ടു തന്നപ്പോൾ ഫിഷറീസ് അവർ ചോദിച്ചു. അത് ചിലവർക്ക് എതിർപ്പുണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ആ വകുപ്പ് കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദോഷവും നിങ്ങൾക്കുണ്ടാവില്ല, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാപൂർവ്വം നിങ്ങളോടൊപ്പം ഉണ്ടാവും. മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞാനും CPO-നും അവരെ കണ്ടിരുന്നു, ഞങ്ങൾ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ലീഗിനെയും ജമാഅത്തെയും ചൂണ്ടിക്കാട്ടിയുള്ള ചില പ്രചരണങ്ങൾ അതൊന്നും ഇനി ഏൽക്കില്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ടോപ്പ് നമ്പറാണ് തവണ കിട്ടിയത്. 27 സീറ്റിൽ മത്സരിച്ച് 22 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. ആ പ്രചരണങ്ങളൊന്നും നടക്കും. അത് ആ പ്രചരണങ്ങൾ ജനം തള്ളിക്കളഞ്ഞു. ഇപ്പോൾ KM ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റെടുത്ത നിയമത്തെ തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പോൾ നിയമം ഉൾപ്പെടെ 3 മണ്ഡലങ്ങൾ BJP ജയിച്ചു വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ സഭയിൽ 3 അംഗങ്ങളായി. എങ്ങനെയാണ് BJPയുടെ വളർച്ച, അവരുടെ ഈ 3 സീറ്റ് നേട്ടം? അതിനെ കുറെ കൂടെ ജാഗ്രത ജനാധിപത്യ കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം UDF-ഓ LDF-ഓ എന്നുള്ള ഒരു ചോദ്യത്തിൽ 3 പേര് കടന്നു വന്നത് നിസ്സാര കാര്യമല്ല. പക്ഷേ അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നതാണ്. അതുകൊണ്ട് അവരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരാരും ഓട് വിളിച്ച് കയറിയവരല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്ന. പക്ഷേ എന്തുകൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള പരിശോധന പാർട്ടി നടത്തും.
ഇപ്പോൾ പ്രതിപക്ഷം 35 സീറ്റ് മാത്രമാണ് എന്ന് കരുതുന്നുണ്ടോ? ആ സ്പേസിലേക്ക് അവർക്ക് കയറി വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമോ? ഭരണത്തിൽ ഇതുവരെ ആർക്കും 3 BJP MLA-മാരെ നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊക്കെ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? BJPയുടെ വളർച്ച തടയുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അതിന് ഇടതുപക്ഷവും കൂടെ സഹകരിക്കണം. അവരുടെ തെറ്റുകൾ അവർ തിരുത്തണം. അവർക്ക് തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അവർക്ക് തിരിച്ചടിയേറ്റാൽ ആ സ്പേസിൽ കടന്നു വരുന്നത് BJP ആയിരിക്കും. ഇപ്പോൾ ബംഗാളിൽ CPM-നെയും കോൺഗ്രസിനെയും മമതാ ബാനർജി തകർക്കാൻ നോക്കി. അതിൻ്റെ ഇപ്പം എന്ത് സംഭവിച്ചു? ഇന്നേരം കൈയും കാലിട്ടടിക്കുകയല്ലേ. ഞങ്ങളിപ്പോഴും പറയുന്നത് CPM തെറ്റ് തിരുത്തണം. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങൾ സ്വയം തിരുത്തും. എങ്കിൽ മാത്രമേ BJP കടന്നു വരാതിരിക്കൂ. അല്ല കടന്നു വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ആ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവും. ഇടത് ഭരണം മടുത്തിട്ടാണ് ജനങ്ങൾ UDF-നെ അധികാരത്തിലെത്തിക്കുന്നത്. പക്ഷെ അവർക്ക് മറ്റൊരു ചോയ്സ് ഇല്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത് നിലനിർത്തുക വലിയ വെല്ലുവിളിയാണെന്ന് KM തന്നെ പറഞ്ഞു. സംഘടനാ തലത്തിൽ ഈ വിജയം നിലനിർത്തിക്കൊണ്ട് പോകാനും കോൺഗ്രസിന് ഇതേ നിലയിൽ പോകാനുമുള്ള വേരോട്ടമുണ്ട്. സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാണ്. ഒരു ചട്ടക്കൂട് ഞങ്ങൾ ഉണ്ടാക്കും. താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഞങ്ങൾ ശക്തമാക്കും. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ പോരായ്മകളുണ്ടായോ അത് ഞങ്ങൾ പഠിച്ച് തീരുമാനം ഉണ്ടാക്കും. പതിവ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞ പോലെ പരാജയം മാത്രമല്ല വിജയം നമ്മൾ പഠിക്കണം. വിജയിച്ചു വന്നപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ വിജയിച്ചു, സംഘടനാപരമായുള്ള ദൗർബല്യങ്ങളെ എങ്ങനെ അതിജീവിച്ചു, അതും കൂടെ ഞങ്ങൾ മനസ്സിലാക്കി. സംഘടനാപരമായ ചില ദൗർബല്യങ്ങൾ ഉണ്ട് എന്നത് അംഗീകരിക്കുകയാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതാരാ പറഞ്ഞില്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്താണെങ്കിലും ഞങ്ങളല്ലേ ഭരിക്കുമ്പോൾ എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അതിജീവിക്കാൻ തക്കവണ്ണം സംഘടനാ ചട്ടക്കൂട് ഞങ്ങൾ ശക്തിപ്പെടുത്തും. അപ്പോൾ അതിൽ ഈ ഭരണം പരസ്പരം ചെളിവാരി എറിയാതെ കുതികാൽ വെട്ടില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതിനുള്ള ജാഗ്രത ഉണ്ടാകുമോ? ആദ്യ ദിവസങ്ങൾ തന്നെ ഈ ചെറിയ അസ്വാരസ്യങ്ങളുടെ ഇത് വരുന്നു. ഇത് അസ്വാരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.